ഇതൊക്കെ വേർത്ത് കുളിച്ച് നിൽക്കുന്ന. അപ്പോൾ എ സിയുടെ കുറച്ച് നേരം നിൽക്കട്ടാ. എ സിയുടെ പിന്നെ കുറച്ച് നേരം നിൽക്കാം, അപ്പം ചൂടുണ്ടാവില്ല അല്ലേ? ആ, അല്ലാണ്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ടുള്ള ഷെയ്ഡ് നെറ്റ് വാങ്ങിയിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പാണെങ്കിൽ ഭയങ്കര ചൂട് കൂടുതലാണ്, പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ കുറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനായിട്ടും സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മാറിക്കൊണ്ടിരുന്ന ഭയങ്കര വെയിൽ. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഫുള്ള് എന്താ പറയുക, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് വാങ്ങിയിട്ട് കെട്ടിക്കൊടുക്കാം. ഇവിടെയൊക്കെ മരുഭൂമിയിൽ ഉണ്ട് കയറുന്ന പോലെ ഭൂമി അങ്ങനെ കേട്ടോ വെള്ളം വെച്ച് കൊടുക്കുന്ന വെച്ചാൽ ഈ ഒരു ഭാഗത്താട്ടോ. എന്താ ഇതിപ്പം കുറച്ച് മുന്നേ വന്ന് കുളിച്ച് ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ധ്യാനൂസ് ഉണ്ട്. ധ്യാനൂസ് ഒരു ഹായ് പറടാ, നല്ല ഉഷാറായിട്ട് ഹായ് പറ, ഉഷാറായിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ഹായ് പറ. എന്ത് പറ്റി, പണക്കാണോ? ധ്യാനൂസിന് എന്തോ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോ ചെറിയൊരു പണക്കം വന്നിട്ടുണ്ട്. നമുക്ക് എന്താന്ന് ചോദിച്ചേക്കാം. എന്താ മോനെ പണക്കം? എപ്പാ പാപ്പ ചീത്ത പറഞ്ഞേ? അത് നമ്മള് എന്തിനാ നമ്മൾ അവിടെ വെള്ളം വെച്ചു കൊടുത്തേ? എന്തിനാ നമ്മള് വെള്ളം വെച്ചു കൊടുത്തേ? എന്തിനാ വെള്ളം വെച്ചു കൊടുത്തേ? എന്തിനാ? കാക്ക കുടിക്കാനല്ലേ? ഇപ്പൊ എന്തുകൊണ്ട് നമ്മള് വെള്ളം വെച്ചു കൊടുത്തേ? ദാഹിക്കുന്നുണ്ടല്ലേ? അന്നേരം ധ്യാനൂസ് അങ്ങോട്ട് പോയാല് കാക്ക വെള്ളം കുടിക്കാണ്ട് പോകൂലേ? അപ്പൊ അതുകൊണ്ടല്ലേ പപ്പ പറഞ്ഞേ ഇങ്ങോട്ട് പോലെ കാക്ക വെള്ളം കുടിച്ചോട്ടെ അല്ലേ? ആ, അങ്ങോട്ട് പോകുമ്പോ കാക്ക അങ്ങ് പറന്നു പോകൂലേ? അപ്പൊ ഗൈസ് എന്താ സംഭവം എന്നാ ഓക്കെ പപ്പ പറയട്ടെട്ടാ. അപ്പൊ ഗൈസ് എന്താ സംഭവം എന്നറിയാം, അതായത് നമ്മള് ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പൊ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ചൂട്, വീടിനകത്തും പുറത്തും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഇല്ലേ ധ്യാനൂസേ? ധ്യാനൂസൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വേർത്ത് കുളിച്ച് നിൽക്കുന്ന. അപ്പോ എ സിയുടെ കുറച്ച് നേരം നിൽക്കട്ടാ. എ സിയുടെ പിന്നെ കുറച്ച് നേരം നിൽക്കാം, അപ്പം ചൂടുണ്ടാവില്ല അല്ലേ? ആ, അല്ലാണ്ട് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ ഭയങ്കര ചൂട് കൂടിയാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗാർഡനിൽ ഭയങ്കര നമ്മളെ ചെടികളൊക്കെ കരിഞ്ഞു പോകുന്നുട്ടോ. നമ്മൾ രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഒരു ഉച്ച സമയമാകുമ്പോൾ നമ്മളെ ചെടികളൊക്കെ ഉണങ്ങി വെള്ളം വറ്റി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഗ്രീൻ നെറ്റ് വാങ്ങിയിട്ട് ഷെയ്ഡിങ് നെറ്റ് വാങ്ങിയിട്ട് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പാണെങ്കിൽ ഭയങ്കര ചൂട് കൂടുതലാണ് തന്നെ, പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതാക്കാൻ വേണ്ടി നമ്മളെ വീട്ടിൽ കുറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനായിട്ടും സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞു വലിപ്പിക്കുന്ന ധ്യാനൂസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ധ്യാനൂസ് അങ്ങോട്ട് പോയെന്ന് വെച്ചാൽ അവിടെ പക്ഷി വെള്ളം കുടിക്കുന്നുണ്ടോ. അപ്പം വെള്ളം കുടിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ധ്യാനൂസ് അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ നേരെ ഇനി എന്താക്കാം, വീഡിയോ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചെടികളെ സംരക്ഷിക്കാനും അതുപോലെ പക്ഷിക്കൊക്കെ വെച്ച് കൊടുത്തതെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കാണുന്ന പോലെ ഉണ്ടാ ഗ്രീൻ നെറ്റ് വാങ്ങിയിട്ട് നമ്മൾ മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് മരങ്ങൾ കുറച്ചുള്ളതുകൊണ്ട് ഇവിടെ വലിയ വെയിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ നല്ല വെയിലാട്ടോ വരും. നല്ല വെയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചെടി ഇതിനൊക്കെ ഉണ്ടോ, ചെടീൻ്റെയൊക്കെ ഇല മഞ്ഞ കളറിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഇവിടെ ഭയങ്കര വെയിൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് എന്താ പറയുക നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മളെ ഈ ഒരു ചെടി. അപ്പോൾ ഈ വെയിലിൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റാണ് കൂടുതൽ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് പെട്ടെന്ന് നശിച്ചു തന്നെ ഈ ചെടി നശിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെടിക്ക് ഇതാ ഈ ഒരു രീതിയിലാട്ടോ ഇത് വേണ്ട. എന്താ എന്താണ് നല്ല തഴച്ച് വളർന്നിട്ട് ഇത്. അപ്പോൾ ഇതൊക്കെ വെയിൽ കൂടുതലായത് കൊണ്ട് തന്നെ ഇങ്ങനെ ആയിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ വളർന്നു കേട്ടോ, നല്ല രീതിയിൽ ഇവിടെ നമ്മളെ ഇത് വന്നായിരുന്നു. പക്ഷേ ഇതിൻ്റെ മേൽഭാഗം എന്തായിപ്പോയി, കരിഞ്ഞു പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താക്കി നെറ്റ് വാങ്ങി കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ചെടികളിൽ ഓരോന്നായിരുന്നു തന്നെ കാണിച്ചു തരാം. ഇവിടെയൊക്കെയുള്ള ചെടികളുണ്ടോ, ഇവിടെയുള്ള ചെടികളൊക്കെ ഇങ്ങനെ വെള്ളം ഇല്ലാത്ത പോലെ പോയിട്ട് വെള്ളം കിട്ടാണ്ട് വരണ്ട് പോയി, അതിൻ്റെ അടിഭാഗമൊക്കെ വരണ്ട് പോകുന്നു. രാവിലെ നമ്മൾ നനച്ചാ ഒക്കെ ഒരു ഉച്ച സമയമാകുമ്പോൾ തന്നെ വരണ്ട് പോയിട്ട് കിടക്കോട്ടെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് വാങ്ങിയിട്ട് കെട്ടി കൊടുത്തത് കേട്ടോ. ഇവിടെയൊക്കെ മരുഭൂമിയിൽ വിണ്ട് കയറുന്ന പോലെ ഭൂമിയുണ്ട്, വിണ്ട് കയറി കിടക്കുന്ന അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ
പറഞ്ഞിട്ടുണ്ട് പക്ഷിക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ ഇവിടെ കേട്ടോ ജാനൂസ് ചെടിക്ക് നനക്കുന്ന കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ജാനൂസ് ചെടി നനക്കൽ. രാവിലെ അമ്മ മുറ്റടിക്കുന്നതിന് മുന്നേ ആയിട്ട് അമ്മ നനക്കും, മുറ്റവും നനക്കും, അതുപോലെ തന്നെ നമ്മൾ ചെടിയും നനക്കും. ഇപ്പോൾ ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ഭക്ഷണം വെച്ചെടുത്തുന്നില്ല. അതായത് മറ്റേ കാര്യമാണ്, നമ്മളെ ടാങ്കിൽ ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ട് വെള്ളം മാറ്റാനായിട്ടാണ്. നമ്മൾ 2 വട്ടം വെള്ളം മാറ്റി, ടാങ്ക് ഉണ്ടാക്കിയതിന് ശേഷം 2 വട്ടം വെള്ളം മാറ്റി. അതുപോലെ നമ്മളെ മോളി ഫിഷ് 2-3 വട്ടം ഡെലിവറി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മോളി ഫിഷിൻ്റെ. ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗപ്പി കുഞ്ഞുണ്ട്. നമ്മൾ ഈ പക്ഷിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന വെച്ചാൽ ഈ ഒരു ഭാഗത്താട്ടോ കണ്ടോ. ഇതിപ്പോൾ കുറച്ച് മുന്നേ വന്ന് കുളിച്ച് ആർമാദിച്ച് പോയിട്ടാ. 3-4 കാക്കകളൊക്കെ വന്ന് കുളിച്ച് ആർമാദിച്ച് പോയിട്ടാ. അതുപോലെ ഭക്ഷണം വെച്ച് കൊടുത്തത് ഇവിടെയാണ്, ഈ ഒരു പാത്രത്തിലാണ് ഭക്ഷണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത്? കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ഇതാട്ടോ. ഇവിടെയാണ് നമ്മളെ കോഴിക്കോട്ടുള്ള. അപ്പോൾ കോഴിക്ക് ഭക്ഷണമൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാക്കയും പക്ഷികളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ വെള്ളം സെറ്റാക്കി കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്ക് ആൾക്കാർ നമ്മൾ, അതായത് ഈ വീട്ടിലെ ആൾക്കാരെ അത്ര വലിയ ഇടപെടൽ ഉണ്ടാവില്ല. കാരണം ഇവിടെ രാവിലെ നമ്മൾ കോഴിനെ തുറന്ന് വിടുന്ന സമയത്ത് അങ്ങോട്ട് വരും. അതുപോലെ അതിന് ഭക്ഷണം കാര്യങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ആളുണ്ടാവില്ല. പിന്നെ ഇവിടെ കോനാല് ആൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം പക്ഷി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പക്ഷി അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ അങ്ങനെ മെരുങ്ങിയിട്ടുള്ളൊരു സാധനമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീടുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വൈകുന്നേരം സമയം നമുക്ക് ഇപ്പോൾ വെള്ളമുണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് തന്നെ വൈകുന്നേരം നമുക്ക് ഒരുപാട് പക്ഷികളും കാക്കകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ വൈകുന്നേര സമയത്താണ് വരുന്നത്. പിന്നെ രാവിലെ വരും കേട്ടോ. രാവിലെ വന്ന് പിന്നെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ 3 മണി കഴിഞ്ഞ് 4 മണിയാകുന്ന സമയത്തുള്ള ഇവിടെ വന്ന് ഇങ്ങനെ പക്ഷികൾ കാക്കയും അതുപോലെ തന്നെ കിളികളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട്. എന്താ മോനെ പറയണ്ടേ? ആണോ? വലിയ കണ്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വെച്ചു കൊടുത്തില്ല കേട്ടോ. നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മൾ വെള്ളം മാറ്റുന്നുണ്ട്. ദിവസം നമ്മൾ വെള്ളം മാറ്റും. കാരണം ഈ കാക്കകൾ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നിറയിതാ ഇതുപോലെ ആവും. പിന്നെ എന്തോ ഒരു ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ അകത്തേക്ക് അതിൻ്റെ ശരീരത്തിനുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം മാത്രമേ വെള്ളം വെക്കുള്ളൂ. പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളം മാറ്റി പുതിയ വെള്ളം വെച്ച് കൊടുക്കും. ഇപ്പം തന്നെ പക്ഷി ഇവിടെ വന്നു നിന്നിട്ടുണ്ട്. ഈ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. കാരണം നമ്മളുള്ളതുകൊണ്ടാണ് അത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത് വെച്ച് ആ ഒരു ചെടി വെച്ച കേട്ടോ. അല്ല സോറി, ചെടിയല്ല, നമ്മളെ പക്ഷിക്കുള്ള വെള്ളം വെച്ചേ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് വന്ന കാരണം ഇപ്പോൾ ആണെങ്കിൽ അതിശക്തമായ ചൂടാണ്. അപ്പോൾ ആ ഒരു ചൂട് പക്ഷികൾക്കൊക്കെ താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദാഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ പക്ഷിക്ക് വന്ന് കുടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു ചെറിയ ഡപ്പയിൽ വെള്ളം വെച്ച് അതിനെ ഒന്ന് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് ഈ ഒരു സംഭവം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ആണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഭയങ്കര വെയിലായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ് പൂട്ടി പോകുന്നു. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ഫ്രണ്ട് വശത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വലിച്ചെറിയുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഒരു ഉപകാരമായി മാറും അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ.